IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണകാരണം അറിയാൻ സൈബർ സെല്ലിന്റെ സഹായം തേടിയിരിക്കുന്നു പോലീസ്. കൊച്ചിയല്ല, തിരുവനന്തപുരത്തേക്ക്. കോൾ വിവരങ്ങളും ഡാറ്റ റിക്കവറിയും കഴിഞ്ഞാലേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാവൂ. പൂനെ കന്യാകുമാരി ട്രെയിനിന് മുന്നിലേക്ക് ചാടിയാണ് തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയായ മേഘ ആത്മഹത്യ ചെയ്തത്. മേഘ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റും ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് കണ്ടതായി ദൃക്സാക്ഷിയും മൊഴി നൽകിയിട്ടുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, നമ്മളെ ആകെ വേദനിപ്പിച്ച് ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. മേഘയെ പോലെ നല്ല ജോലിയുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഒരു സംശയം. കുടുംബത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ റഹീസ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. പോലീസുമായി ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ രാവിലെയും സംസാരിച്ചിരുന്നു. ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത, അതായത് എന്തിന് മരിച്ചു എന്നതിനെ ചൊല്ലി ഒരു ദുരൂഹത ബന്ധുക്കളാരും ഉയർത്തിയിട്ടില്ല. പക്ഷേ എന്താണ് മരണ കാരണമെന്ന്, അല്ലെങ്കിൽ ആത്മഹത്യക്കുള്ള കാരണമെന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള ഒരു പരിശോധനയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നത്. സഹപ്രവർത്തകരെ ഒപ്പം താമസിച്ചിരുന്ന യുവതിയൊക്കെ പോലീസ് ഇതിനകം സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മാനസികമായി അത്ര ഓക്കെ അല്ലായിരുന്നു. പല സമയത്തും അപ്സെറ്റ് ആകുന്ന രീതിയിൽ മേഘ മധുവിനെ കണ്ടു, അല്ലെങ്കിൽ അവരങ്ങനെയായിരുന്നു കുറച്ച് ദിവസമായി. അതിന് മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ എന്തോ മാനസിക പ്രശ്നം അലട്ടുന്നതായി തോന്നിയിരുന്നുവെന്ന് സഹപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിന് ചില സംശയങ്ങൾ, ചില സൗഹൃദങ്ങളിലുണ്ടായ വിള്ളലാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നൊരു സംശയം പോലീസിന് പ്രാഥമികമായി ഉണ്ട്. അങ്ങനെ ചില വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണമാണുള്ളത്. ഈ ഫോണിൻ്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് എടുക്കാമായിരുന്നു. പക്ഷേ ഫോണ് ഈ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയ സമയത്ത് ഫോൺ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പല കഷ്ടങ്ങളായാണ് പോലീസിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലുമായി സഹകരിച്ച് CDR വിവരങ്ങൾ എടുത്ത് ഒപ്പം മെയിലിലൊക്കെ ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിനകത്ത് ഈ ഫോണിലുണ്ടായിരുന്ന വിവരങ്ങളും ഡേറ്റകളും മറ്റും പുറത്തെടുക്കാനുള്ള ഒരു നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഇന്നലെ ഈ മരണം പുറത്തു വന്ന സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കാനായി പോലീസ് ലോക്കോ പൈലറ്റിനോട് സംസാരിച്ചിരുന്നു. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ലോക്കോ പൈലറ്റ് പറഞ്ഞത് ട്രെയിൻ വരുന്ന സമയത്ത് നോക്കി നിന്നു, അടുത്തെത്തിയപ്പോൾ എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി. ഒപ്പം സമീപത്തുണ്ടായിരുന്ന ഒരു നാട്ടുകാരനും സമാനമായ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അതോടുകൂടി തന്നെയാണ് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. വലിയ ഒരു ഉയർന്ന നിലയിൽ, അല്ലെങ്കിൽ ഉയർന്ന കുടുംബത്തിലുള്ള ഒരാളാണ് ഈ മേഘ മാധവൻ. റിട്ടയർഡ് പോളിടെക്നിക് പ്രിൻസിപ്പളാണ് പിതാവ്. മാതാവ് പാലക്കാട് കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നു. ഏക മകളുമായിരുന്നു. ഇന്ന് 11:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഡോക്ടർ